അസ്സലാമലൈക്കും. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ബോട്ടിൽ നോക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ നമുക്ക് പറിച്ചെടുക്കാനും പറ്റുന്നില്ല, ഇത് ഉരച്ചിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എന്താണെങ്കിലും വൈറ്റ് പെയിൻറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ കുറച്ച് 2-3 കോട്ട് കൊടുത്ത് ഇതങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു സ്പോഞ്ച് ഉപയോഗിച്ച് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് കുപ്പിയിലങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം ഒരു കോട്ട് അടിച്ചു, പക്ഷെ ഒരു കോട്ട് അടിച്ചാലും ആ സ്റ്റിക്കർ നമുക്ക് തെളിഞ്ഞ് കാണാമായിരുന്നു. അപ്പം ഇത് നന്നായി ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ രണ്ടാമതൊന്നടിച്ച് പിന്നെ ഒന്നും കൂടെ 3 ടൈംസ് പെയിൻറ്റ് കോട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് കവറായി കിട്ടിയിട്ടുണ്ട്. ബോട്ടിൽ നന്നായിട്ട് ഇതായി. അതെന്നിട്ട് നല്ല ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ കോട്ട്സ് എഴുതി കൊടുക്കാം. അതിന് ഞാൻ ആദ്യം വിചാരിച്ച റെഡ് പെയിൻറ്റ് കൊണ്ട് എഴുതാമെന്ന് വിചാരിച്ചു, പിന്നെ ഓർത്ത് ബ്ലാക്ക് ഉപയോഗിക്കാമെന്ന്. പക്ഷെ പെയിൻറ്റ് വെച്ച് എഴുതാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല, അതത്ര പ്രാക്ടിക്കലായില്ല. അപ്പോൾ ഞാൻ CD മാർക്കറാണ് എടുത്തിട്ടുള്ളത്. CD മാർക്കർ വെച്ച് എഴുതുന്ന വീഡിയോ എനിക്ക് റെക്കോർഡായില്ല, അത് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ അറിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ എഴുതി കഴിഞ്ഞു. അങ്ങനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുത്ത് കോട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ എഴുതി കൊടുത്ത കോട്ട് പുഷ് യുവർ സെൽഫ് ബിക്കോസ് നോ വൺ എൽസ് ഇസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു എന്നാണ്. ഒരു പോസിറ്റീവ് കോട്ട്. അപ്പോൾ നമുക്ക് ലിവിങ് റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ബോട്ടിലിൻ്റെ നെക്കിലായിട്ട് ഞാൻ ഓർത്തൊരു റിബണും കൂടെ കെട്ടി കൊടുക്കാമെന്ന്. അങ്ങനെ ഈ ഒരു റിബണും കൂടെ റെഡ് റിബണും കൂടെ കെട്ടി. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.